തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തടി കുറയുമോ? ദിവസം എത്ര തവണ ചെയ്യണം? അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല. ആരെങ്കിലും ആഹാരം വേണോന്ന് ചോദിക്കുമ്പോ മാത്രം. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇതാണോ ഓടിയൻ ചന്തു? അതെ. താനല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ബാഗുമായി സാരി വിൽക്കാൻ വീട്ടിൽ വന്നത്? നീ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യോ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛനെ കാണാൻ വന്നതാന്ന്. നീ എന്റെ റൂമിലേക്ക് പോ, എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട്. നീ പോയ്ക്കോ. അതെ, ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലെ വന്നതേ. തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് ഒരു 40 പൈസ കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് പോടാ. എന്നാൽ ചാം ലെറ്റർ ചോം ലെറ്റർ ചുമ്മര ലെറ്റർ. എന്താ വെറുതെ വിട്ടത്? എടോ, വെറുതെ നിന്ന് നേരെ കളയാതെ താൻ പോയി ആ മദ്യ ദുരന്തത്തിന്റെ ഫയൽ എടുത്ത് പഠിക്കേ. അല്ലേ സാർ, യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്? തനിക്കതിന്റെ കാരണം അറിയണമല്ലേ? മേലാൽ ഇമാതിരി വലിയ വലിയ കാര്യങ്ങളിൽ തലയിടാമെന്നാൽ തന്റെ രണ്ട് കണ്ട് ഞാൻ കുത്തുപൊട്ടിച്ചോളയും. ഒരു കാശ് മുടക്കില്ലാതെ വെറുതെ കണ്ണുകളിൽ കാന്തമെടുത്ത് വെച്ചോണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. സാർ എന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നോ? തനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ തന്നെ വിളിപ്പിച്ചത്. എന്തു പറ്റി സാറേ? സാറിന് കാസർഗോട്ടേക്കും കാണുമ്പോൾ ട്രാൻസ്ഫറും. താൻ അജയൻ കൊലക്കേസ് കേട്ടിട്ടില്ലേ? തന്നെ അതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. അയ്യോ സാറേ, അത് ജോൺ ലൂക്കാ സാറും നമ്പീശൻ സാറും അന്വേഷിച്ചിട്ട് ഇടികൊണ്ടുവന്ന കേസല്ലേ? ഇതാണോ സാറ് സന്തോഷം തരുന്ന കാര്യമാണെന്ന് പറഞ്ഞത്? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ ഡിപ്പാർട്ട്മെന്റ് ഒരു തീരുമാനമെടുത്തു. ആ കേസ് നേരിട്ട് അന്വേഷിക്കാതെ ആദ്യം രഹസ്യ പോലീസ് വഴി ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിച്ച് അത് പഠിച്ചിട്ട് അന്വേഷിക്കുകയാണ് ബുദ്ധിയെന്ന്. അങ്ങനെ അണ്ടർ കവർ പോലീസായി പോകാൻ തക്ക കഴിവും പ്രാഗൽഭ്യമുള്ള ഒരാളെ പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് തന്റെ പേര് ഓർമ്മ വന്നത്. താനെന്താ ഇവിടെ? വൈഫിന് പ്രസവവേദനയാന്ന് ഫോൺ വന്നു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. നേരങ്ങളല്ല, പൊയ്ക്കോ. അല്ല സാർ, അതിനു മുമ്പ് ഒന്നുമില്ല. അതല്ല സാർ, ഞാൻ ഡ്യൂട്ടിക്ക് പോയ കാര്യം. ഇത്രയും നേരം ഞാൻ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. സാറിന്റെ മോള് ബാങ്ക് വിട്ട് എങ്ങും പോയിട്ടില്ല. വൈഫാണ് സത്യം. താനീ വന്നേ, പൊയ്ക്കോ. ഇതെന്ത് ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോഴാ. SP ആണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. സാറേ, ലക്ഷ്മിക്ക് എന്തോ പറ്റി? അതൊന്നുമില്ല, അവളെ ഏതോ ഒരു കശ്മീരൻ ശല്യപ്പെടുത്തുമോ എന്നൊരു പേടി. എങ്കിൽ ലക്ഷ്മിയുടെ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് ഞാൻ പോവാ സാറേ. അതൊന്നും വേണ്ട. എടോ, തന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ളവര് തന്ത്രപ്രധാനമായ കേസുകളല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. ഇതാ അജയൻ കൊലക്കേസിന്റെ കേസ് ഫയൽ. ആലപ്പുഴ തന്നെ ഒരുപാടുള്ളിൽ വട്ടക്കായലിനോട് ചേർന്ന സ്ഥലത്ത 9 മാസം മുമ്പ് അജയൻ എന്നൊരു തൊഴിലാളി നേതാവ് കൊല്ലപ്പെടുന്നത്. പ്രബലരായ കയർ കച്ചവടക്കാരുടെ നാടാണ്. അതിൽ ആലിക്കോയ എന്നൊരു കച്ചവടക്കാരനാണ് അജയനെ കൊന്നതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. പക്ഷേ ആലിക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളൊന്നും കിട്ടിയില്ല. മരിച്ച രാത്രിയിൽ അജയന്റെ കൈവശമുണ്ടായിരുന്ന തൊഴിലാളി സംഘം പകരം 2 ലക്ഷം രൂപ കാണാതായതിനാൽ കവർച്ചക്കാരെങ്കിലും ചെയ്തതാണോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ആ ഫയലിലുണ്ട്. സാറേ, ഈ രഹസ്യ പോലീസ് ആകുമ്പോ വേഷം മാറി വേണ്ടേ പോകാൻ? അതിനെന്തേ ഇവിടെ ഒരു ഉണ്ണി വെച്ച് വല്ല പിച്ചക്കാരന്റെയും വേഷം കെട്ടിയാ മതി. നിനക്കാണെങ്കിൽ ആ വകയിൽ എന്തെങ്കിലും പിച്ചക്കാശ് തടയുകയും ചെയ്യും. അതൊന്നും ശരിയാവത്തില്ല സാർ. ഞാനൊരു കച്ചവടക്കാരന്റെ വേഷം കിട്ടിയാലോ? ഈ അജയനെ കൊന്നെന്ന് പറയുന്ന ആലിക്കോയ ഒരു കച്ചവടക്കാരനല്ലേ? അപ്പൊ അയാളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാകുകയും ചെയ്യും. ഓഹോ, എന്റെ ബുദ്ധിയിൽ ഇപ്പൊ തോന്നിയ കാര്യം അപ്പോഴേ മനസ്സിലാക്കി കളഞ്ഞു. വെരി ഗുഡ്. അങ്ങനെ വെരി ഗുഡ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല സാറേ. കച്ചവടക്കാരനാകുമ്പോ പിടിച്ചു നിൽക്കാൻ കുറച്ച് കാശ് വേണ്ടേ? പിന്നെ സാറിന്റെ ബുദ്ധി തോന്നിയതായതുകൊണ്ട് അത് ഒട്ടും പാളിപ്പോരുത്. അതെ, ചെലവിനുള്ള തുക കഴിച്ച് ഒരു 10,000 തന്നേക്കാം. പിന്നെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടല്ലാതെ താൻ തിരിച്ചിവിടെ കാല് കുത്തരുത്. ശരി സാറേ. നീ ജീവനോടെ തിരിച്ചു വന്നാൽ അപ്പോഴേക്കും നിനക്ക് കാസർഗോട്ടേക്ക് തന്നെ ഒരു ട്രാൻസ്ഫർ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. കച്ചവടക്കാരന്റെ വേഷം കിട്ടും പോലും നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും. ഇവിടെ താമസിക്കാൻ പറ്റുമല്ലോ? ലോഡ്ജൊക്കെ ലോഡ്ജൊക്കെ ടൗണിലേ ഉള്ളൂ.
വടക്കേക്കരയിൽ ചുങ്കത്തറക്കാരുടെ വക ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പക്ഷെ അവിടെ സായിപ്പുമാർക്ക് താമസിക്കാൻ പറ്റൂ. നമ്മൾ താമസിച്ചാലേ സായിപ്പുമാരെ പോലെ വെളുക്കും നമ്മുടെ ഗീശ. എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ആരെ കാണാനാ? ആരെയും കാണാനല്ല, ഞാനൊരു കച്ചവടക്കാരനാ. കഴുത്തേലെ കർച്ചീഫ് കൊണ്ടുള്ള കെട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ ഇവിടെ എങ്ങനെ കെട്ടുന്നത്? കഴുത്തുമുറുക്കി കൊല്ലാനാ. കച്ചവടക്കാരെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ രാത്രി തന്നെ കച്ചവടം തുടങ്ങാമായിരുന്നു. എന്തായിക്കാ? ഒന്നുമില്ല. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ചെറിയ പ്രേമ കവിത തരട്ടെ. മുൻകോപക്കാരി മുഖം മറിക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദേട്ടാ. സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രമായി നിന്റെ വിചാരം? എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരനാ. ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാലുകൊണ്ട് നടന്നിങ്ങെത്തണ്ടേ? കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേനാ എന്റെ മെക്കിട്ട് കയറുന്നേ. വെറുതെ അല്ല കാലടിന്ന് വിളിക്കുന്നത്. എടാ കൊച്ചിഷ്ണ, ഓ നീ എന്നെ വിളിച്ച് ഞാൻ കേട്ടു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ സൈസ് വെച്ച് താങ്ങാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഗോവിന്ദേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നോണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാര്, അവരുടെ കുടുംബം, ബന്ധുക്കള്, ചെത്തൊഴിലാളികള്, മുട്ട പുഴുങ്ങി വിൽക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന. ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ കാലടിക്കാ. കാലടിയിലേക്കല്ല നിന്റെ പോണോ കാലടി. കാലടി നിന്റെ മറ്റവനാടാ ഈ സ്ത്രീ ലോനപ്പ. വെള്ളം നിർത്ത്. എന്തുവാ കാര്യം? ഞാൻ അവിടെ വന്നിട്ട് പറയാം. നിർത്താൻ പറ്റുകയല്ലെന്ന്. വെള്ളം നിർത്ത്. നിർത്താൻ പറ്റുകയല്ലെന്ന്. നിർത്തി പോയാൽ അങ്ങ് കൊച്ചിയിലെത്തുമ്പോ ചരക്ക് വാങ്ങാൻ വന്നൊരു കൊയിലാണ്ടിയിലെത്തും. അച്ഛനോട് നിർത്താനാ പറഞ്ഞത്. സമ്മതിക്കത്തില്ല. അച്ഛാ, ഞാൻ ഉണ്ടാക്കി വെച്ച ഹാൻഡിക്രാഫ്റ്റ് എടുത്തായിരുന്നോ? ഹാൻഡിക്രാഫ്റ്റോ? അത് ഞാൻ എന്തെടുക്കണം? പട്ടശാപ്പി കൊടുത്ത് മൂക്കറ്റം കുടിക്കാൻ. അച്ഛൻ അതിങ്ങ് എടുത്തു തന്നെ. ചന്ദ്രമിള്ള എന്ന് ടൗണിൽ പോകുന്നുണ്ട്, എനിക്ക് കൊടുത്തയക്കാനുള്ളതാ. എന്റെ അമ്മ അവൻ ടൗണിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റിട്ട് തുച്ഛമായ ഒരു തുക നിനക്ക് തരുന്നതിന്റെ നഷ്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാ അച്ഛനെ ത്യാഗം ചെയ്തത്. പിടിച്ചോ. ഇത് 3 ഉള്ളൂ, 2 കൂടി കാണണമല്ലോ. മക്കൾ അച്ഛന്റെ അടുത്ത് എന്നെ കണക്ക് പറയണം. എനിക്കിത് വരണം. അയ്യോ, ഒരാള്. ആളോ? അയ്യോ അയ്യോ, കായില് ആരാ നിങ്ങള്? അത് ശരി, എന്റെ വെള്ളത്തെ കയറി കിടന്നിട്ട് ഞാൻ ആരാന്നോ? ഓ, ഇന്നലെ കടവത്ത് വന്നപ്പോ മഴ പെയ്തു, അങ്ങനെ കയറി കിടന്നതാ. ആരോട് ചോദിച്ചോണ്ടാ താൻ ഇതേ കയറി കിടന്ന? താൻ ആരാ? ഞാനൊരു കച്ചവടക്കാരനാ. ഇനിയിപ്പോ കരക്കെത്താൻ എന്തുവാ ഒരു വഴി? ഇതിലെ ഓട്ടോറിക്ഷ വരും, കയ്യാണിച്ചാ മതി. താൻ എഴുന്നേറ്റ് കൊണ്ട് വന്നേ. 2 അയ്യോ, നടുക്കായിലാണല്ലോ. മോളെ, ഇയാളൊന്ന് അക്കരയാക്കിയേക്ക്. എനിക്കിതൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്കാനുള്ളതാ. വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കിയാ മതി. അയ്യോ, ഇത്രയും ചെറിയ വെള്ളത്തിലൊന്നും ഞാൻ കയറിയല്ല. ഞാൻ പോവാ. എന്നാ പിന്നെ ഒരു കപ്പൽ ഓർഡർ ചെയ്യാം. രാത്രി വള്ളത്തിൽ വന്ന് കയറി കിടന്നാൻ പോരാ. മര്യാദയ്ക്ക് തേനാ വെള്ളത്തിലോട്ട് കയറി. എന്റെ കൈ പിടിച്ചോ. അയ്യോ, വള്ളം അകലത്തില്ല, ഇയാള് കയറി. അയ്യോ, വള്ളം ഒരു കാലടി അകന്നിരുന്ന ഞാനിപ്പോ വെള്ളത്തിൽ വീണ് ചത്തേനെ. ശരിക്കും കാലടി വ്യത്യാസത്തിലാ വള്ളത്തെ കയറാൻ പറ്റിയത്. ഇതാ ഇന്നത്തെ കാലത്ത് ഒരുത്തനൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്തോ. കാലടി.